എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ധർമ്മസ്ഥലയെക്കുറിച്ചാണ്. അതേക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതാണ് പിന്നെ നമ്മുടെ മനാഫിക്ക ഇതിൻ്റെ പേരിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവർക്കെതിരെ നിൽക്കുന്ന ആരും ഏത് നിമിഷം എപ്പോൾ വേണമെങ്കിലും അവർ കാച്ചിക്കളയാം. അത് ഓർത്തോണം. അപ്പോൾ അത്ര ധൈര്യമായിട്ട് പിന്നെ മനാഫിക്കയുടെ സ്വഭാവം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പിടിച്ച ഒരു പിടിയാണ്, നീറ് പിടിക്കുന്നതൊക്കെ പറയുന്ന പോലത്തെ ഒരു പിടിയാന്ന് തോന്നുന്നു. പുള്ളി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിടുകയില്ല. അത് നമ്മൾ അർജുൻ്റെ വിഷയത്തിൽ നമ്മൾ കണ്ട പല സമയത്ത് അത് ഇട്ടേച്ച് പോരേണ്ട അവസ്ഥ കർണാടകത്തിലെ പോലീസിൻ്റെ ആണെങ്കിലും ഇങ്ങോട്ടുള്ള സമീപനം വെച്ച് ഇട്ടേച്ച് പോരണ്ട. പക്ഷേ പുള്ളി പോകുന്നില്ല. മഴയും എല്ലാം സഹിച്ച് അവിടെ നിന്ന് അതേപോലെ ഇപ്പോൾ കയറി പിടിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയായി തീരുമെന്നുള്ളത് സത്യം പറഞ്ഞാൽ നമുക്കറിയത്തില്ല. കാരണം അത്രയേ ഉയരത്തിൽ നിൽക്കുന്ന വൻ ശക്തികളോട് അവർക്കെതിരെ മിണ്ടുന്ന മലയാളികളാണെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് അവർ വണ്ടി കയറ്റി കൊല്ലും. ആ അവസ്ഥയാണ്. ഇപ്പം മനാഫിക്കെ തന്നെ പലരും വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ആരും പുറത്തോട്ട് വരികയില്ല. ഇപ്പം അവിടെയുള്ളവർ തന്നെ ഇൻ്റർവ്യൂ മീഡിയയ്ക്ക് കൊടുക്കുന്നുണ്ട്. മൊത്തം ബ്ലെയർ ചെയ്ത് മുഖം കാണിച്ചിട്ട് ആരാ പറഞ്ഞെന്ന് മനസ്സിലായ പിറ്റേ ദിവസം അവരെ തട്ടിക്കളയും. ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലത്ത് ജന്മിത്വവും രാജവാഴ്ചയൊക്കെ നിന്നിരുന്ന കാലത്ത് താഴ്ന്ന ജാതിക്കാരെ ഇങ്ങനെ കുന്നുകുഴിച്ച മഞ്ജുവാരുടെ ഒരു സിനിമ നമ്മൾ കണ്ടില്ലേ? ഒരു മട കിട്ടുമ്പം ചേറ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സിദ്ധിക്കാണോ ആ ഭാഗം അഭിനയിച്ച ഓർക്കുന്നില്ല. അതിൻ്റെ അകത്ത് വെച്ച് കിട്ടുന്ന ഓർക്കുന്നില്ലേ? പഴയ കാലത്ത് അങ്ങനെയാണ്. അതുപോലെ അന്ന് അവർക്ക് ഇഷ്ടപ്പെടുന്ന താഴ്ന്ന ജാതിക്കാരി ഒരാൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവർക്ക് ആ പെണ്ണിനെ, ആ രാജാവിനല്ലേ ആ ജന്മിക്കുക ആ പെണ്ണിനെ കൂടെ കിടക്കണമെന്ന് തോന്നിയാൽ അല്ലെ ഫസ്റ്റ് നൈറ്റിൽ ആ പെണ്ണ് കിടക്കുന്ന വേറൊരാളുടെ കൂടെ. ഇങ്ങനെ കുറേ അന്യായങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നു. കാലം പോയിട്ട് അതൊക്കെ മാറി കാലം ഇത്രയും പുരോഗമിച്ചതൊക്കെ നടന്നതാണോ എന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കഥകൾ. ആ കഥ ഇപ്പോൾ കർണാടകത്തിൽ ഇവരുടെ കഥ കേൾക്കുമ്പോൾ എനിക്കതാ ഓർമ്മ വരുന്നത്. ഒരു അമ്പലം, ശിവപ്രതിഷ്ഠയുള്ള വലിയൊരു അമ്പലം. ആ അമ്പലത്തിൽ നമ്മൾ ഇപ്പം നമ്മുടെ വൈക്കം ക്ഷേത്രത്തിൻ്റെ ഒരു ഐതിഹ്യമുണ്ട് കേട്ടോ. അത്താഴപ്പട്ടിണിക്കാരെങ്കിലും ഉണ്ടോ എന്ന് രാത്രി നട അടയ്ക്കുമ്പോൾ വിളിച്ചു ചോദിക്കും. എന്നാൽ അത്താഴം കഴിക്കാതെ പട്ടിണിയായിട്ടുള്ള ആരും ആ നാട്ടിലുണ്ടാവരുതെന്നുള്ളൊരു നല്ല ചിന്താഗതി. അങ്ങനെ ആരെങ്കിലും ഉണ്ടേ വിളിച്ച് ഭക്ഷണം കൊടുത്തിട്ടേ നട അടയ്ക്കാവുള്ളൂ എന്നുള്ള. അതുകൊണ്ട് ഇന്നും ആ സിസ്റ്റം ആ അമ്പലത്തിലുണ്ട്. രാത്രി നട അടയ്ക്കുന്നതിന് മുന്നേ പൂജാരി വന്നിട്ട് രണ്ട് സൈഡിലേക്ക് നോക്കിയിട്ട് അത്താഴ പട്ടിണിക്കാരുണ്ടോ എന്ന് ചോദിക്കുമെന്നാണ് പറയുന്നത്. ഞാൻ പോയി കേട്ടിട്ടൊന്നുമില്ല. ഇത് അങ്ങനെയാണ് പറയുന്നത്. അവിടെ ഉള്ളവർക്കറിയായിരിക്കും. ഇതൊക്കെ ഐതിഹ്യമാലേ പറയുന്ന കാര്യം ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനത്തെ ഒരു ഐതിഹ്യമാണ് ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന അമ്പലത്തിനും പറയാനുള്ളത്. അവിടെ ഒരു സന്യാസി വരികയും പണ്ടൊക്കെ കഥകളി സന്യാസി വരികയും എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്. ഈശ്വരൻ വേഷം മാറി വരുന്ന വന്നിട്ട് നിങ്ങളിങ്ങനെ ഇവിടെ വീട് വെച്ച് കഴിയേണ്ടതല്ല, ഇതിങ്ങനെ അന്നദാനം നടക്കുന്ന ധർമ്മസ്ഥല അങ്ങനെ ഒരു ഇതായിട്ട് പറഞ്ഞാൽ ഈശ്വര ഇച്ഛ അതാണെന്നുള്ള രീതിയിൽ പറയുകയും ഇവരവിടെ അമ്പലം ശിവപ്രതിഷ്ഠ നടത്തി അമ്പലം പണിയുക. അതിനോടനുബന്ധിച്ച് ഇങ്ങനെ അന്നദാനത്തിൻ്റെ ഒരു പ്രാധാന്യം നിങ്ങൾക്കറിയില്ലേ? ഒരു മനുഷ്യനെ നമുക്ക് എന്തു കൊടുത്തിട്ടും പണം കൊടുത്തിട്ട് അവനെ കൊണ്ട് ഒന്നും മതി എന്നൊരു വാക്ക് നമുക്ക് അവനെ കൊണ്ട് പറയിപ്പിക്കാൻ ഒരിക്കലും സാധിക്കില്ല. പക്ഷേ അന്നം കൊടുത്താൽ എന്താ ഗുണം എന്ന് ചോദിച്ചാൽ അവൻ മതി എന്ന് പറയും. ഒരു മനുഷ്യന് അന്നം കൊടുക്കുന്നതാണ് മഹത്തായ ദാനം. അന്നദാനം മഹത്തായ ദാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ 2000-3000 പേർക്കൊക്കെ ഡെയിലി കൊടുക്കുന്നത്. മൂകാംബിയെ പോയിട്ട് വരുമ്പോൾ അവിടെ കയറാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത്രയും നല്ല പുണ്യപ്രവൃത്തി. അത് പിന്നെ വളർന്ന് നമ്മുടെ ഇവിടുത്തെ ചാത്തൻ്റെ അമ്പലത്തിൽ ഇപ്പോൾ സ്വത്ത് തർക്കം നടക്കുന്ന പോലെ വളർന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ഹോസ്പിറ്റലായി, പിന്നെ കോളേജുകളായി, സ്കൂളുകളായി. ഇപ്പം നമ്മുടെ അമൃതാനന്ദമയ്യ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. അവരുടേതായിട്ട് എന്തെല്ലാം സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ ഇവരുടെ എല്ലാ സ്ഥാപനങ്ങളും എല്ലാം ആയി വളരെ ഇതായി. അവിടെ ഒരു വീരേന്ദ്ര ഹെഡ്ഡെ എന്ന് പറയുന്ന ഒരു MP ഉണ്ട്. രാഷ്ട്രീയത്തിലേക്ക് കിടക്കുന്നു. അങ്ങനെ അതിൻ്റെ പറയെ പിന്നെ എന്താണ് സംഭവിക്കുക? സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതിൽ ഒരു പടി ഉയർന്ന് സംഭവിക്കുന്ന വളരെയധികം ക്രൂരത. വഴിയെ നടന്ന് പോകുന്ന ഒരു പെങ്കൊച്ചിനെ അവർക്കിഷ്ടമായ അവർ പിടിച്ചെടുത്തുകൊണ്ട് പോവുക, ഉപയോഗിക്കുക, കൊല്ലുക. ഇത് തന്നെ ആ ട്രസ്റ്റിലൊക്കെ ഉള്ളവരൊക്കെയാണ് ഇത് പിന്നെ. പക്ഷെ അവിടെ ഉള്ളവർക്കെല്ലാം അറിയാവുന്ന പോലെയാണ്. പക്ഷേ ഒരാൾ പോലും അവർക്കെതിരെ പറയില്ല എന്നുള്ളതാണ് സത്യം. പറഞ്ഞാൽ പിറ്റേ ദിവസം അവൻ്റെ തലയില്ല. അതാണ് അവസ്ഥ. ഇവിടെ കേരളത്തിലുള്ളവരെയും വന്ന് കൊല നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആർക്കും ഇതേപ്പറ്റി സംസാരിക്കാൻ അങ്ങോട്ട് ധൈര്യം വരുന്നില്ല എന്നുള്ള ന്യൂസുകളിൽ വന്നത് കാണിക്കാം. ഉജൈറാണ് ധർമ്മസ്ഥലയിലേക്കുള്ള കവാടം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നിഗൂഢതകളൊക്കെയും ഒളിഞ്ഞിരിക്കുന്ന കേന്ദ്രത്തിലേക്കുള്ള വാതിൽ ഇതാണ്. ഈ വാതിലിന് ഇപ്പുറം വരെ ഒരു നിയമവും ഇതിനപ്പുറത്തേക്ക് അലിഖിതമായ മറ്റൊരു നിയമവുമാണ് വാഴുന്നത്. ചുരുക്കി പറഞ്ഞാൽ ധർമ്മസ്ഥലയിൽ എന്ത് നടന്നാലും ഈ കൂട്ടർക്കറിയാം. അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ. ധർമ്മസ്ഥലയിലേക്ക് ഒരാൾ കടന്നാൽ ഈ വിഭാഗത്തിന് കൃത്യമായി വിവരം നൽകാൻ ഒരു വലിയ നെറ്റ്വർക്ക് തന്നെയുണ്ട്. ചെറുകിട കച്ചവടക്കാർ, ലോഡ്ജ് ഉടമകൾ, ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾ തുടങ്ങി ആ സംഘം വളരെ വലുതാണ്. ഡി കമ്പനി എന്ന് ഇവരെ വിളിക്കാം. തങ്ങൾക്ക് താല്പര്യമില്ലാത്തതൊന്നും ധർമ്മസ്ഥലയിൽ അനുവദിക്കില്ലായിരുന്നു ഈ സംഘം. ക്ഷേത്രത്തിന് സമീപം ടാക്സിയും ഓട്ടോറിക്ഷകളും പാർക്ക് ചെയ്യാൻ ഡി സ്റ്റിക്കർ പതിച്ചവർക്ക് മാത്രമാണ് ഈ പ്രബല വിഭാഗം ഇന്നും അനുമതി നൽകിയിട്ടുള്ളത്. ഇവരിൽ എല്ലാവരും മാസത്തിലൊരിക്കൽ രാത്രി ക്ഷേത്രത്തിന് കാവലായി നിൽക്കണം. രാത്രിയിൽ സംഭവിക്കുന്നത് എന്തും ഇവർ അറിഞ്ഞിരിക്കണമെന്ന് തിട്ടൂരം.
നമ്മുടെ ഒരു ചരിത്രം എങ്ങനെ അവിടെ ഇടവും വലവും ഒക്കെ പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാം. എത്ര അടിച്ചമർത്തിപ്പെട്ട് വെച്ചാലും അതൊരു നാൾ പൊട്ടിത്തെറിക്കും. എത്രയധികം ഭീഷണിയുടെ പുറത്താണേലും എങ്ങനെയെല്ലാം ആണേലും എന്തെങ്കിലും ഒരു സംഭവം വന്നു, അല്ല മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സത്യം നിരങ്ങി വരും, ചാര മൂടി കിടന്നാലും തിളങ്ങും എന്നുള്ള രീതി പറയാം. ഇത്രയോ അടിച്ചമർത്തി വെച്ചാൽ ഇപ്പോൾ സൗജന്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഇവരുടെ വക കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി 4:30 വീട്ടിൽ വരുന്നത്. ആ കൊച്ച് 4:30 വീട്ടിൽ വരാത്തപ്പോൾ അതിൻ്റെ അച്ഛൻ അതിനെ അന്വേഷിച്ചിറങ്ങുന്നു. വഴിയിൽ അതിൻ്റെ അമ്മാവനെ കാണുന്നു. അമ്മാവൻ പറയുന്നു അവൾ 4:15 ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്, അമ്മാവനോട് സംസാരിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ആ വീടിനും ആ ബസ് സ്റ്റോപ്പിനും ഇടയിൽ ആ കൊച്ചിനെ മിസ്സായിട്ടുണ്ട്. നേരെ ആ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. അവിടുത്തെ പോലീസുകാർ സാധാരണ പോലെ പിന്നെ അതിനെന്താ കേസെടുത്തേക്കാന്ന് പറയുന്നു, കേസെടുക്കുന്നു. അത് കഴിഞ്ഞ് 24 മണിക്കൂറിന് ശേഷം ആ കൊച്ചിൻ്റെ നഗ്നയാക്കപ്പെട്ട ബോഡിയാണ് കിട്ടുന്നത്. ഉടനെ തന്നെ പോലീസുകാർ അടുത്ത പ്രതിയെ കണ്ടെത്തുന്നു, ഒരു മാനസിക രോഗിയായ ഒരു മനുഷ്യനെ കണ്ടെത്തുന്നു, ഹാജരാക്കുന്നു. അപ്പോൾ കോടതി പോലും പറഞ്ഞു ഇത് കൂട്ടബലാത്സംഗത്തിനിരയായെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത്. പക്ഷേ ഇത് ഒരു മാനസിക രോഗിയല്ലേ ഉള്ളൂ. അപ്പോൾ ഈ പ്രാന്തനെ പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലാക്കിയ അവരാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രതികളെന്ന് സൗജന്യയുടെ അച്ഛനും അമ്മയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആയപ്പം CBI അന്വേഷിക്കുന്നു. CBIക്ക് മെഡിക്കൽ പരമായ ഒന്നും തെളിവ് കിട്ടാത്തതുകൊണ്ട് CBI അത് പരാജയപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ അവിടെ ക്യാമ്പൊക്കെ തുടങ്ങി, ആക്ഷൻ കൗൺസിലൊക്കെ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ശുചീകരണ തൊഴിലാളി ഈ സത്യം വെളിപ്പെടുത്തുന്നത്. 1985 തൊട്ടോ 2014 വരെ എങ്ങാണ്ട് 100-ലധികം ബോഡി അദ്ദേഹം കുഴിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് എവിടെ കുഴിച്ചിട്ടെന്ന് പറയുന്നില്ല. അപ്പോൾ കുഴിച്ചിട്ടെന്ന ഒരു പ്രസ്താവന, അതായത് അവർക്കെതിരെ ആദ്യമായിട്ട് ഉയരുന്ന ഒരു പേരാണ്. അദ്ദേഹത്തിൻ്റെ പേരൊന്നും വെളിച്ചത്ത് പറഞ്ഞിട്ടില്ല, അല്ലെ നിമിഷങ്ങൾക്കകം തീർക്കും. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഏറ്റവും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത നമ്മൾ രാജവാഴ്ച അല്ലെ, ഇത് ഏതോ ലോകത്ത് നമ്മൾ ജീവിക്കുന്ന പോലെ നമുക്ക് തോന്നും. അവിടുത്തെ കോടതി ഉത്തരവിട്ട് ഇയാളെ ഈ തൊഴിലാളിയെ വിളിച്ചുകൊണ്ട് പോയി തെളിവെടുപ്പ് നടത്തണം. അതായത് എവിടേക്കാണ് കുഴിച്ചിട്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. നേരത്തെ പറഞ്ഞാൽ അവർ ആ തെളിവ് നശിപ്പിക്കും, കൊണ്ടുപോയി അവർ മാന്തിക്കളയില്ല അസ്ഥി കൂടമൊക്കെ. അതുകൊണ്ട് ഇങ്ങനെയാണ് കുഴിച്ചിടാൻ ഏൽപ്പിച്ചത്. അതുകൊണ്ട് കുഴിച്ചിട്ട സ്ഥലം അങ്ങേര് പറയില്ല. കോടതി ഉത്തരവിട്ട് പോലീസ് അങ്ങേരെ വിളിച്ചുകൊണ്ട് പോയിട്ട് തെളിവെടുപ്പ് നടത്തണം. ഇപ്പോൾ പോലീസ് പറയുന്നത് എന്ന് വെച്ചാൽ പോലീസ് എത്ര നോക്കിയിട്ടും ഈ തൊഴിലാളിയെ കാണുന്നില്ല എന്നാണ് പറയുന്നത്. അതാണ് അതിൻ്റെ കോമഡി. SP ആണ്, അവിടുത്തെ SP-യുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞാണ് ഈ തൊഴിലാളി അവർക്ക് കാണാൻ കിട്ടുന്നില്ലെന്നേ. പിന്നെ അവരെന്ത് ചെയ്യാൻ? അപ്പോൾ ആ വാർത്തയൊന്ന് കേൾക്കാം. ധർമ്മസ്ഥലയിൽ നാടകീയമായ സംഭവങ്ങളാണ് ഓരോ ദിവസവും നടക്കുന്നതെന്ന് പറയേണ്ടി വരും ശ്രീജ. എന്നാൽ ഈ കേസിലെ ഏക സാക്ഷിയാണ് ഈ ശുചീകരണ തൊഴിലാളി. അദ്ദേഹത്തിന് ഈ തെളിവും അതുപോലെ തന്നെ മൊഴിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കോടതിയിൽ മുന്നിൽ ബോധിപ്പിക്കുമ്പോൾ, രഹസ്യമൊഴി നൽകുമ്പോൾ അദ്ദേഹം പ്രധാനമായും ആവശ്യപ്പെട്ടത് തനിക്കും തൻ്റെ കുടുംബത്തിനും പോലീസ് സംരക്ഷണം വേണം, താൻ എല്ലാം തുറന്നു പറയാമെന്നാണ്. അങ്ങനെയാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം കോടതിയിൽ രഹസ്യമൊഴിയായി നൽകുന്നത്. പക്ഷേ ഇപ്പോഴും ഇദ്ദേഹത്തിന് ഒരു സുരക്ഷയും പോലീസ് ഒരുക്കി കൊടുത്തിട്ടില്ല. ഇതിൽ പോലീസ് പറയുന്നത് ഇദ്ദേഹത്തെ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നൊരു വിചിത്ര വാദമാണ് ജില്ലാ SP K അരുൺ ഇന്നലെ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. അതായത് ഇന്നലെ ഈ പരിശോധന കുഴിച്ചെടുത്തുള്ള പരിശോധന നടത്തുമെന്ന് പറഞ്ഞെടുത്ത് ശുചീകരണ തൊഴിലാളി എത്തിയിരുന്നു. 3 മണിയോടുകൂടി അദ്ദേഹം അഭിഭാഷകർക്കൊപ്പം അവിടെ എത്തിയിരുന്നു. ആ ഒരു വ്യക്തിയെയാണ് തങ്ങൾക്ക് എവിടെയുണ്ടെന്ന് അറിയില്ല എന്ന് പോലീസ് വിചിത്രവാദം പറയുന്നത്. എന്തായാലും ഈ സംഭവം അപ്പോൾ ആ പോലീസിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ് സ്വാധീനമെന്ന് മനസ്സിലായോ? പോലീസൊന്നും അടുക്കില്ല, ആ മനുഷ്യനെ കൊണ്ടുപോയി തെളിവെടുപ്പൊന്നും നടത്തില്ല. കോടതിയെല്ലാം ആരും ഉത്തരവിട്ടിട്ടും കാര്യമില്ല. ഇനി മനാഫിക്ക ഒരു സന്ദീപ് വിളിച്ചപ്പോൾ, നിങ്ങൾക്കറിയാമല്ലോ സന്ദീപിനെ അറിയത്തില്ലേ, ചാനലിലുള്ള സന്ദീപ് വിളിച്ചപ്പോൾ മനാഫിക്ക ഇപ്പോൾ അവിടെ നിന്ന് ഇവർക്കെതിരെയാണ് പൊരുതുന്നത്. എൻ്റെ പൊന്നു, അത് എങ്ങനെയായി തീരുമല്ലേ? അതേതായാലും ജീവന് ഭീഷണിയുണ്ട്, ഏത് നിമിഷവും വേണേൽ പുള്ളി കൊല്ലപ്പെടാമെന്ന് പുള്ളി പറയുന്നുണ്ട്. പുള്ളി വളരെ ധൈര്യത്തിൽ അവിടെ നിൽക്കുകയാണ്. വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അർജുൻ്റെ കേസ് പോലെയാണോ ഇത് ഇപ്പം മനാഫയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആര് ഉത്തരവ് പറയുന്നു? ഈ പറയുന്ന മലയാളി ഇപ്പോൾ ഈ കേസ് നടന്നിട്ട് മലയാളി അത്ര ഉത്സാഹമൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ മനാഫയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവരുടെ കുടുംബത്തിനല്ലേ നഷ്ടം, അല്ലാതെ ആരിതിൻ്റെ പുറകെ ഇറങ്ങിപ്പോകുന്നത്? അർജുൻ കേസ് പോലെ നിൽക്കുന്നത് എങ്ങനെയാണെന്നറിയില്ല. എന്താണെങ്കിലും പുള്ളിയുടെ വോയിസ് കേൾക്കാം. ഞാൻ ഏത് നിമിഷം കൊല്ലത്തും എന്റെ സ്ഥിതി എനിക്ക് കർണാടകയിൽ അറിയാം. ഞാൻ അവിടെ കാണുന്നതാ. അതിന്റെ ആ സൗജന്യ സാക്ഷികൾ ഒരാൾ പോലും ജീവനോടില്ല. ഞാനിപ്പോ ഒരാൾ കൊല്ലില്ല, എല്ലാത്തിനും കൊന്നുപോയി. അവിടെ ഓരോ കമ്പനിയുടെ തന്നെ ബൊലേറോ വണ്ടികൾ കുറച്ചുണ്ട്, ഈ ഗാങ്സ്റ്റർ മാർക്കറ്റിംഗ് ഒക്കെ. അതുകൊണ്ടൊന്നും ഇടിച്ചു കയറ്റുക ചെയ്യാം. എന്നിട്ട് 6 മാസം കഴിഞ്ഞാൽ ഓൾക്ക് ഇറങ്ങും ചെയ്യാം. വണ്ടി തെറ്റിച്ച് എത്ര എണ്ണത്തിനാ കൊന്നത്? കേരളത്തിൽ വന്നിട്ട് ഒരു വണ്ടി തെറ്റിച്ച് കൊന്നു. കേരളത്തിൽ വന്നിട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, കേരളത്തില് ഒരു സാക്ഷി കേരളത്തിൽ നിന്നാണ് മരിച്ചത്.
അതിലെ അങ്ങനെ അതിന്റെ പിന്നിൽ നിന്നവരൊക്കെ കുറെ ആള് മരണപ്പെട്ടായിരുന്നു. സൗജന്യ കേസ് ഞാൻ പറഞ്ഞില്ലേ, ആ സൗജന്യ കേസിൽ സാക്ഷി പറഞ്ഞ ഒരാളും ജീവിച്ചിരിപ്പില്ല. അതിൽ ഒരാൾ കേരളത്തിലായിരുന്നു. കേരളത്തിലുള്ള ആളെയും തട്ടി. അവർ തട്ടുന്ന രീതി കേട്ടോ, വണ്ടി ഇടിപ്പിച്ചാണ് അവർ തട്ടുന്നത്. വണ്ടി ഇടിച്ചെന്തോ അവരെന്ത് പറയാനാ, ആരെന്ത് പറയാനാ, ഒന്നും പറയാനില്ല. ഇത്രയും എല്ലാം മനാഫയ്ക്കൊക്കെ തെളിച്ചമായിട്ട് അറിയാം. എന്നിട്ട് കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരിക്കുന്ന ആ വനത്തിൻ്റെ അടുത്ത് പോയി നിന്നു. എന്നിട്ട് വയലിൽ കൂടെ വണ്ടി ഓടുന്ന വണ്ടി പി നോണടിച്ച് പേടിപ്പിച്ചിട്ട് പോകും. അപ്പോൾ അത് ഇവിടെ ഉള്ളവരുടെ സ്വഭാവമാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് റിസ്ക്കാണ് ഏറ്റെടുത്ത് വെച്ചിരിക്കുന്നറിയാം. വല്ലാത്തൊരവസ്ഥ. പക്ഷേ കഴിഞ്ഞ ദിവസം ബ്ലർ ചെയ്ത് കൈരളി ന്യൂസിൽ വന്ന ഒരു വാർത്ത, ഒരു ലോറി ഓടിക്കുന്ന ഒരു മനുഷ്യൻ. നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സൊരു വല്ലാത്ത അവസ്ഥയിലെത്തും കേട്ടോ. അതായത് എന്നാ വെച്ചാൽ അയാൾ ലോറി ഓടിച്ചു പോകുന്നു. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ നഗ്നയായി ഒരു പെങ്കൊച്ച് കൂടി വന്ന ഒരു 20-23 വയസ്സ് അങ്ങേറ്റുള്ള ഒരു പെങ്കൊച്ച് ജീവൻ കൈപ്പിടിച്ച് ഓടുക ചെയ്യുന്നത്. അയാൾ ഇത് കാണുന്നു. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഹീറോ ഇറങ്ങി വന്ന് രക്ഷപ്പെടുത്തുക, അതൊന്നും നടന്നില്ല. അയാൾക്കിത് കാണുന്നുണ്ട്. പക്ഷേ ഇറങ്ങി വണ്ടി നിർത്തിയാൽ പക്ഷേ ഇറങ്ങാനോ എടുക്കാനോ ഒന്നും പറ്റില്ല. കുറേ ആൾക്കാർ ഓടി വന്നിട്ട് ഒരു പെണ്ണിൽ ഓടുന്ന കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങോട്ട് ഓടുന്ന കണ്ടെന്ന് പറഞ്ഞു. ആ പെങ്കൊച്ചിനെ 2 ദിവസത്തിനകം ഈ മനുഷ്യൻ തന്നെ അതിൻ്റെ ഡെഡ് ബോഡി കാണുന്നു. ഇത്രയും കാലമായിട്ട് അദ്ദേഹം അത് വെളിയിൽ പറഞ്ഞിട്ടില്ല. വെളിയിൽ പറയാൻ പറ്റില്ല. ചുമ്മാ വെളിയിൽ പറഞ്ഞു നടന്നാൽ ഇയാളെ വണ്ടി ഇടിച്ചു കൊല്ലും. എല്ലാവർക്കും അവനവൻ്റെ ജീവിതമല്ലേ വരുന്നത്. ഇത് സത്യം പറഞ്ഞാൽ എന്താ അല്ലേ, ഇന്ത്യയിൽ തന്നെയാണോ നടക്കുന്നത്? വണ്ടി എടുക്കാം, ഇങ്ങോട്ടൊരു പെണ്ണ് ഓടിയെന്ന് ചോദിച്ചു. വലതുവശത്തോട്ടാണ് ഈ പെൺകുട്ടി ഓടിയത്. ഞാൻ അന്നേരം എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നേരെ വലതുവശത്തോട്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഓടിയെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇവർ തുളുവിൽ പറഞ്ഞു, ആൾ 5 വലിച്ചാൽ 5 പോയാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവൾ അങ്ങോട്ട് ഓടാന്ന് പറഞ്ഞു. അവളെ വിടരുത്, പിടിക്കാന്ന് പറഞ്ഞു. ആളിനെ കൂടി ഓടിച്ച് 10 എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ വലതുവശത്തോട്ട് ഓടി. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മുന്നിലോട്ട് നിർത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവർ പറഞ്ഞു, കന്നഡത്തിൽ പറഞ്ഞു, ആ ബോളി മകനെ നീൽസ് പേട ഓടിച്ചു എന്ന് പറഞ്ഞിട്ട് 2 പേരെ എൻ്റെ പുറകെ ഓടി വന്നു. വണ്ടി എടുക്ക് എന്ന് പറഞ്ഞാൽ ആ ബോളി മകനെ നിർത്തേണ്ട ഇവിടെ ഓടിക്കെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കന്നഡത്തിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി എടുത്തിട്ട് മുന്നോട്ട് പോയി ഞാൻ. അപ്പോൾ 2 പേരെ എൻ്റെ പുറകെ വണ്ടി എടുക്കാൻ പറഞ്ഞു ഓടി വന്നു കന്നഡത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ വണ്ടി എടുത്ത് മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് പിന്നെ പുള്ളി ട്രിപ്പൊക്കെ പോയിട്ട് 2ാം ട്രിപ്പ് വരുമ്പോൾ വീണ്ടും ആ ബോഡി കണ്ട കാര്യം പറയും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ 3-ാമത്തെ ദിവസം വരുമ്പോഴാണ് ഇവിടെ ഈ ശവം അപ്പോൾ രാത്രി 12 മണി എൻ്റെ 2ാമത്തെ ട്രിപ്പ് വരുമ്പോൾ. അപ്പോൾ 2ാമത്തെ ട്രിപ്പ് വരുമ്പോൾ ഞാനിവിടെ ഈ റോഡിൻ്റെ സൈഡിൽ ഞാൻ ഈ കുറച്ച് ഇത് കാണാൻ വണ്ടി ഇറക്കി നിർത്താൻ പറ്റുന്ന സ്ഥലത്ത് ഞാൻ വണ്ടി നിർത്തി കഴിഞ്ഞിട്ട് എനിക്ക് കക്കൂസി പോകാൻ വേണ്ടിയിട്ട് ഞാൻ കക്കൂസി പോകാൻ. അപ്പോൾ അന്ന് ചെറിയ മൊബൈലുള്ളത്, കീപാഡ് മൊബൈലുള്ള ചേർത്ത് നോക്കിയ എൻ്റെ മൊബൈൽ, ആ മൊബൈലും പിടിച്ചുകൊണ്ട് ഇതിൻ്റെ ഈ വെള്ളം വരുന്നതിൻ്റെ മേളിലത്തെ സൈഡിൽ ഇറങ്ങി. അപ്പോൾ അത് ഈ കലിങ്ങിൻ്റെ അടിയിൽ 3 പാളിയുള്ളത്, അതിൽ സെൻട്രലത്തെ പാളിയിലാണ് ഞാൻ പോയത്. അപ്പോൾ സെൻട്രലത്തെ പാളി പോയിട്ട് ഞാൻ ഇരിക്കും, ഉള്ളിൽ ഭയങ്കര സ്മെല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്മെല്ല് വന്നിട്ടാകുമ്പോൾ ഞാൻ താഴോട്ട് ഈ മൊബൈൽ ടോർച്ച് അടിച്ച് നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല, ഒരു വലിയ കെട്ട് പോലെ കാണുന്നുണ്ട്. ഞാൻ ഓർത്ത് എന്തെങ്കിലും വേസ്റ്റ് ഇട്ടതായിരിക്കും ഓർത്തിട്ട് ഞാൻ ടോർച്ചെല്ലാം അടിച്ച് നോക്കിയിട്ട് ഞാൻ കയറി പോന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ഈ ട്രിപ്പ് ലോഡ് ഇറക്കിയിട്ട് പിറ്റേ ദിവസം കാലത്ത് ഞാൻ ഒരു 10 മണിയായി വരും. അപ്പോൾ അന്ന് എൻ്റെ വണ്ടിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു, അത് മെക്കാനിക്കൽ പണിയെല്ലാം എടുപ്പിച്ചിട്ട് വരുമ്പോൾ ഒരു 10-11 മണിയായി. അപ്പോൾ ഇതേ ബോഡീനെ ഈ കലിങ്ങിൻ്റെ താഴെ ഭാഗത്ത് കിടത്തിയിട്ടുണ്ട്. അപ്പോൾ അന്നേരം എനിക്ക് സത്യമായിട്ട് മൃതദേഹമാണ് മനസ്സിലാവുന്നത്. അപ്പം മേളിൽ റോഡ് സൈഡിൽ കിടത്തിയിട്ടുണ്ട്. അപ്പോൾ പോലീസുകാർ കുറേ ആൾക്കാരെല്ലാം ഇവരെല്ലാം വന്നിട്ട് അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ ഈ ധർമ്മസ്ഥലത്തെക്കുറിച്ച്. എന്താണേലും ഈ ഒരു 2025 കേൾക്കുന്ന ഒരു വാർത്തകളിൽ വിശ്വസിക്കാൻ തുടക്കം ഒരു വാർത്തയായിട്ട് വന്നപ്പം എന്തായി കേൾക്കുന്നത് എന്നുള്ള ഒരു രീതിയിൽ നമ്മളെ അതിശയപ്പെടുത്തിയ ഒരു വാർത്തയാണ്. അവിടെ ഒരു മലയാളിയായ ഒരു വ്യക്തിയാണ് ഇപ്പോൾ അവിടെ പോയി നിൽക്കുന്നത്. മലയാളികളാണ് പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല ശക്തമായിട്ട് പ്രതികരിക്കാനുള്ള ഒരു പ്രതികരണശേഷി ഉള്ളത് വെച്ച്, ബാക്കിയോട് ഇപ്പോൾ ഇവർക്കെല്ലാം അറിയാവുന്ന കാര്യമായിരുന്നു അവിടെ ജീവിക്കുന്നത്. എന്നിട്ടും അവരൊക്കെ അതൊന്നും പുറത്ത് പറയാനോ അതിനെതിരെ ഒന്നും വരാൻ നിന്നില്ല. ഇപ്പോൾ ഈ സൗജന്യയുടെ ഒരു മരണത്തിലാണ് അവിടെ ഒരു ആദ്യമായിട്ടൊരു പ്രതിഷേധം ഉണ്ടാകുന്നു. ആ പ്രതിഷേധം അങ്ങ് ആളിക്കത്തിയപ്പോഴാണ് അതിൻ്റെ പുറത്ത് ഒരാൾ ശുചീകരണത്തോടെ അയാളുടെ മനസ്സിൽ ഇതെല്ലാം ചെയ്തതിൻ്റെ ഒരു മനുഷ്യൻ്റെ പ്രത്യേകത അത്. ഇങ്ങനെ ഒത്തിരിയും പാവങ്ങൾ അയാളല്ലേ ഇത് കുഴിച്ചിടുന്നത്, ഇത് പറയാതെ ഇങ്ങനെ വിങ്ങി ഇരിക്കുന്ന ഒരു ഇനി അയാൾ അത് ആ ഒരു പ്രസ്താവന പുള്ളി ഇറക്കുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ, ആ മനസ്സിൽ നിന്ന് അതെല്ലാം തുറന്നു പറയുന്ന ആ ഒരു നിമിഷം ആ വ്യക്തി മരിക്കാനും തയ്യാറാവുന്നുണ്ട്. അതാണ് അതിൻ്റെ രീതി. അതുവരെ ഈ ഭീതിയോടെ ഇത് പറയാതിരിക്കും, പക്ഷെ കിടന്നാൽ ഉറക്കം വരികയില്ല. അപ്പോൾ ഇതൊന്ന് പറഞ്ഞു കഴിയുമ്പം ഒരു ശാന്തത കിട്ടും. പക്ഷെ അതിൻ്റെ എഫക്റ്റ് ചിലപ്പം മരണമായിരിക്കുമെന്നറിയാം. എന്നാലും ആ മരണത്തിനും പുള്ളിയുടെ മനസ്സുകൊണ്ട് പുള്ളി തയ്യാറാണ്. അങ്ങനെയാണ് മനുഷ്യൻ്റെ ഒരു രീതി. അതിലും വലിയ പാപഭാരമാണ് ഇത് താങ്ങിക്കൊണ്ട് വർഷങ്ങളോളം നടക്കുക എന്നുള്ളത്. ഇപ്പോൾ പുള്ളി മരിക്കാതിരിക്കാൻ മാക്സിമം നോക്കുന്നുണ്ട്. ഈ തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോഴൊക്കെ ആണെങ്കിലും അത് എവിടെയാണെന്നൊക്കെ പറയുകയും, പക്ഷെ അത് അത്ര എളുപ്പമാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്ര ശക്തമായ ആൾക്കാരാണ്. നമ്മൾ ഇവിടെ ഇരുന്ന് വീഡിയോ ഇട്ടാൽ പോലും ചിലപ്പോൾ നമ്മളെ കാര്യം കഴിയും. അതുപോലത്തെ അവസ്ഥയാണ്. എല്ലാവർക്കും ഭയമുള്ളൊരു വിഷയമാണ്. ആ പേര് പക്ഷേ കേൾക്കാൻ ധർമ്മസ്ഥല, അർത്ഥവും എല്ലാം നല്ലതാണ്, നല്ല കാര്യമാണ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ മറവിൽ പിന്നീട് നടക്കുന്നതെല്ലാം വളരെ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.
ആദ്യമായിട്ട് കാണുന്നൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്.